പ്രതീക്ഷിച്ച പോലെ എളുപ്പത്തിൽ കീഴടക്കാനോ ഭരണമാറ്റമാണ് ലക്ഷ്യമെങ്കിൽ അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന തരത്തിലോ അല്ല കാര്യങ്ങൾ എന്നിപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തി. മാത്രമല്ല, ഈ ആയുധങ്ങളുടെ കുറവ് അത് സ്വാഭാവികമായും ഈ യുദ്ധം അധികം നീണ്ടുപോകാൻ ഇടയാക്കില്ല എന്ന ഒരു നിരീക്ഷണവും അദ്ദേഹത്തിനുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ അതിനോട് പൂർണ്ണമായി യോജിക്കുമോ? പിന്നെ എന്തുകൊണ്ടായിരിക്കാം സമ്പൂർണ്ണമായ നാശം കാണുന്നതുവരെ ഞങ്ങൾ യുദ്ധമുഖത്തുണ്ടാകും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ഒരല്പം കയറ്റി പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതിയോ? കാര്യങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും നിയന്ത്രണത്തിന് പുറത്തേക്ക് പോവുകയാണോ? ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കാണ് സമാധാനം. അമേരിക്ക എന്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു? ഇസ്രായേൽ എന്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു? ആത്യന്തിക സമാധാനം ആ മേഖലയിൽ പുലരണം എങ്കിൽ ഇറാന്റെ കയ്യിലെ ആണവ ആയുധങ്ങൾ, വിനാശകാരികളായ മിസൈലുകൾ അവസാനിപ്പിക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സമാധാനം, ആ പ്രതീക്ഷയാണ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് 1000 വട്ടം ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. വലിയ ഗവേഷണം, റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൃത്യമായ ഒബ്ജക്റ്റീവ്സ് നിർവഹിക്കണം. അത് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്പർ 1 ഒബ്ജക്റ്റീവ്, നമ്പർ 2 ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അത് എത്ര കാലത്തിനുള്ളിൽ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാകണം. അത് ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് ഇതൊന്നും ബാധകമല്ല. ആക്രമണകാരിയാകുന്ന രാജ്യത്തിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ടാകണം, ടൈം ലൈൻ ഉണ്ടാകണം, ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. ഇതുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ യുദ്ധം ഒരാഴ്ച കഴിഞ്ഞ് 8-9 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം പൂർത്തീകരിക്കാനായി അമേരിക്ക ക്ലെയിം ചെയ്യാം. ആദ്യ മണിക്കൂറിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതൃത്വം അസ്തമിച്ചു കഴിഞ്ഞു. അത് വലിയൊരു സ്ട്രൈക്കാണ് അവിടെ നടന്നത്. അവിടെ ഒരു വലിയ വിജയം, ഭാഗികമായ ഒരു വിജയം, ഒരു ടാർഗറ്റാണ്. നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ടോപ്പ് ഗൺ, അതായത് അയത്തുള്ള അലി ഖൊമേനി എലിമിനേറ്റഡ് ആകുന്നു. അത് നേടിക്കഴിഞ്ഞു. പക്ഷേ ആ ഭരണകൂടം മാറുക, ആ രീതികൾ മാറുക എന്നതാണ് യഥാർത്ഥ ഒബ്ജക്റ്റീവ് എങ്കിൽ അതിപ്പോഴും സാധ്യമായിട്ടില്ല. അയത്തുള്ള അലി ഖൊമേനി നയിച്ച ആ ഭരണകൂടം അതേ രീതിയിൽ അദ്ദേഹം മാറി. പക്ഷേ പുതിയ നേതൃത്വം, അതാരെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല, അത് തുടരുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ഇല്ല. ഇനി സബ്സിക്വൻറ്റ് ഒബ്ജക്റ്റീവ്, ഇതിലേക്കുറിച്ച് പറഞ്ഞത് ആണവായുധങ്ങളെ കുറിച്ചാണല്ലോ. ആണവ കേന്ദ്രങ്ങളിൽ ശക്തമായ ബോംബിംഗ് നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതുകൊണ്ടുണ്ടാകാവുന്ന വികിരണങ്ങൾ, യഥാർത്ഥത്തിൽ ഇറാന്റെ ഭൂമിയും വിട്ടു പോകും ഈ വികിരണങ്ങൾ. അത് വലിയ ഒരു വിപത്ത് തന്നെയാണ്. നഥാൻസിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതായി കരുതപ്പെടുന്ന ആക്രമണം, അത് IAEA ഇൻസ്പെക്ഷൻ വരെ അവിടെ നടന്നു. അപ്പോൾ കാര്യമായ ആണവ വികിരണം ഉണ്ടായിട്ടില്ല. ആണവ നിലയത്തിൽ ആക്രമണമുണ്ടായി. ഇപ്പോൾ ഫർദോയിലും നഥാൻസിലും ഇസ്ഫഹാനിലും ഒക്കെയുള്ള ആണവ നിലയങ്ങൾ കഴിഞ്ഞ വർഷം 2025 ജൂൺ മാസം മധ്യത്തിൽ ആക്രമിച്ച് പൂർണ്ണമായി ഒബ്ലിറ്ററേറ്റഡ് എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാനാവാത്ത രീതിയിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു വീണ്ടും ഒരാക്രമണം? 6 മാസം 7 മാസം മുൻപ് നശിപ്പിച്ച ഒരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ നശിപ്പിക്കാൻ എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് എന്നത് ആണവ വിഷയം അല്ലായിരുന്നു. ഇസ്രായേൽ വേറൊരു ന്യായം പറഞ്ഞിരുന്നു. കാരണം അവിടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടക്കുന്നു. അത് 8,000 മുതൽ 10,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് അമേരിക്കൻ മണ്ണിനെയാണ് എന്നൊരു കാര്യം കൂടി പിന്നെ രണ്ടാമതായി ഇസ്രായേൽ പറഞ്ഞിരുന്നു, അല്ലേ? ഇറാനൊക്കെ ഒരു ടെക്നോളജി ഗെയിൻ ചെയ്താലും ഇപ്പം ഇതൊക്കെ ക്ലെയിം അല്ലേ? ഇറാൻ പോലും ക്ലെയിം ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾ, കൊറിയയിലെയൊക്കെ കിം ജോങ് ഉന്നൊക്കെ ക്ലെയിം ചെയ്യുന്നത് ഉള്ളതിനേക്കാൾ ലേശം കൂടുതൽ പ്രഹരശേഷി ഉള്ള മിസൈലുകൾ തങ്ങൾക്കുണ്ട് എന്നല്ലേ ക്ലെയിം ചെയ്യുന്നത്. അവർ ആണവശക്തി കൂടിയാണ്. കൊറിയ ആണവശക്തി തന്നെയാണ്. തീർച്ചയായും പോർമുനകൾ വഹിക്കാൻ കഴിയും. പക്ഷേ 8,000 കിലോമീറ്റർ ഉള്ള മിസൈലുകൾ ഉണ്ടാവാം. ഇനി 10,000 കിലോമീറ്റർ ആകട്ടെ, അമേരിക്കയുടെ ഭൂമിയുടെ എല്ലാ അറ്റത്തും, അറ്റ്ലാന്റിക് തീരത്തും പസഫിക് തീരത്തും എത്തിച്ചേരാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന് ഉണ്ട് എന്ന് തന്നെ കരുതുക. അതിൻ്റെ പോർമുന എന്താണ്? ഇപ്പോൾ ഏതാനും കിലോ ടൺ മാത്രമുള്ള സ്ഫോടക ശേഷിയുള്ള പോർമുനകൾ മാത്രമല്ല ഇറാന്റെ മിസൈലുകൾക്കുള്ളൂ.
അതല്ലേ ഉള്ളൂ. ആണവ പോർമുനകൾ വഹിക്കാത്ത മിസൈലുകൾ ആ രീതിയിൽ അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഒരു ത്രെട്ട് അല്ല. ഇന്റർസെപ്ഷൻ, വലിയ രീതിയിലുള്ള ഇന്റർസെപ്ഷൻ ആണല്ലോ ഉള്ളത്. ഇസ്രായേലിന് മാത്രമല്ലല്ലോ, അമേരിക്ക മുഴുവൻ കവർ ചെയ്യുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അമേരിക്ക ഇതുവരെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കാര്യമായി ടെസ്റ്റഡ് ആയിട്ടില്ല. അപ്രതീക്ഷിതമായി 9/11/2001 സംഭവിച്ചു. അത് അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ്. അൺകൺവെൻഷണൽ മെത്തേഡാണ്. രണ്ട് വിമാനങ്ങൾ കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെന്ററിന്റെ ട്വിൻ ടവേഴ്സ് ആക്രമിച്ചു. അതൊരു കൺവെൻഷണൽ യുദ്ധമായിരുന്നില്ല, ഒരു ഒറ്റപ്പെട്ട ആക്രമണമായിരുന്നു, തീവ്രവാദ ആക്രമണമായിരുന്നു അൽ-ഖൈദയുടെ. അതല്ലാതെ അമേരിക്കൻ മണ്ണിലേക്ക് ആക്രമണം ഇന്നേ വരെ ഇതിന് പുറത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇറാനും അമേരിക്കയും ധ്രുവങ്ങൾ മാറിക്കിടക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ വെറും ന്യായീകരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലാതെ ഇറാന്റെ മിസൈലുകൾ വിപത്ത് സൃഷ്ടിക്കുന്നത് ഇസ്രായേലിൽ തന്നെയാണ്. ചെറിയ രാജ്യമാണ്, കേരളത്തിന് അത്രയും പോലും ജനസംഖ്യയുള്ള രാജ്യമല്ല, വളരെ ചെറിയ ടെറിട്ടറിയാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. അപ്പോൾ ഇറാന്റെ ഹിറ്റിംഗ് റേഞ്ചിന് ഉള്ളിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളും എല്ലാ പ്രദേശങ്ങളും. ഡിമോണ ആണവ നിലയം ഉൾപ്പെടെ ഹിറ്റിംഗ് റേഞ്ചിലാണ്. അവിടെയൊക്കെ ആണവ സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള വികിരണം എൻറ്റയർ ഇസ്രായേലിനെ എൻഗൾഫ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടാണ്. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം. അതുകൊണ്ട് പ്രീഎംപ്റ്റീവായി ഇറാൻ എന്തെങ്കിലും ആണവായുധങ്ങൾ കൈവരിച്ച് ആ ആണവ സാങ്കേതിക വിദ്യ നേടിയതിനു ശേഷം പോർമുനകളായി മാറ്റി ആ മിസൈലുകൾ കൃത്യതയോടെ ഇസ്രായേൽ പതിച്ചാൽ ഇസ്രായേലിന് സർവനാശം. ഇറാൻ്റെ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, വിഖ്യാതമായ അവർ പറയുന്ന ഒരു ക്ലോക്ക്, ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉണ്ടല്ലോ. 2040 ഈ ടെഹ്റാനിൽ, ഇപ്പോൾ ടെഹ്റാനിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഡിജിറ്റൽ ക്ലോക്ക് അത് പുറകോട്ട് സഞ്ചരിക്കുകയാണ്. അതായത് 2015 അയത്തുള്ള അലി ഖുമൈനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ടെഹ്റാനിൽ പ്രത്യേക സ്ക്വയറിൽ ഹീബ്രു ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും ഒക്കെ ലിഖിതങ്ങളുള്ള ആ സ്ക്വയറിൽ വെച്ചിരിക്കുന്ന ആ ക്ലോക്കിൽ ഇസ്രയേലിന് 2040 മരണം, അതായത് ഇസ്രയേലിനെ ഇറാൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യും. അത്രയധികം കോൺക്രീറ്റായി ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേൽ പറയാൻ കഴിയും അവർ തങ്ങളെ ആക്രമിക്കും, തങ്ങൾ അതുകൊണ്ട് തിരിച്ചടിക്കുക എന്നതല്ല, പ്രിയംറ്റീവായിട്ട് തന്നെ അവരെ ആക്രമിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഈ നിലനിൽപ്പിന് ഓരോ രാജ്യത്തിനും എക്സിസ്റ്റൻസിന് അവകാശമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കോ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കാത്ത ഒരു രാജ്യത്തെ ഏകപക്ഷീയമായി ആക്രമിക്കുക എന്ന നയമാണ് അവിടെ ഇസ്രായേൽ പുലർത്തിയിരുന്നത്. പക്ഷേ ഇവിടെ വീണ്ടും ചോദ്യം, how much of coordination was there, how much of clarity was there, how much of conviction was there? ഇനി യുദ്ധം നടക്കട്ടെ, പിടിക്കാവുന്നിടത്തോളം പിടിക്കാം, നടക്കാവുന്നിടത്തോളം നടക്കാം, നേടാവുന്നിടത്തോളം നേടാം എന്ന ധാരണയിലാണോ യുദ്ധമെങ്കിൽ ഒട്ടും പ്രൊഫഷണൽ സമീപനമല്ലാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൃത്യമായ പ്രൊഫഷണൽ സമീപനത്തോടെ ഒരു യുദ്ധത്തെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ലോകം വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ടേൺ ഓഫ് ഇവൻസ് അനുസരിച്ച് തന്ത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും കുറേയൊക്കെ, പക്ഷേ പ്രൊഫഷണലിസം അവിടെ കുറഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.